ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. ഇനി നമുക്ക് ഡിഫറൻഷ്യബിലിറ്റിയുടെ ബാക്കിയുള്ള പോർഷൻസ് നോക്കാം. ഡെറിവേറ്റീവ്സ് ഓഫ് ഫങ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോംസ്. If x equal to f of theta and y equal to g of theta, then dy by dx equal to dy by d theta divided by dx by d theta. ഇപ്പോൾ ഇവിടെ എക്സും വൈയും വേറൊരു പാരാമീറ്ററിൽ തന്നിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന പാരാമീറ്റർ തീറ്റയാണ്. എപ്പോഴും തീറ്റ തരണമെന്നില്ല. ടി ആണ് തരുന്നതെങ്കിൽ ഫോർമുല dy by dx equal to dy by dt divided by dx by dt. അപ്പോൾ ഏതിലാണ് പാരാമീറ്റർ തന്നിരിക്കുന്നത് അതനുസരിച്ച് വേണം തരാൻ. എക്സും വൈയും രണ്ട് ഇക്വേഷൻസ് തരും. അവിടുന്ന് dy by dx കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. Find dy by dx if x equal to a into theta plus sin theta, y equal to a into 1 minus cos theta. അപ്പോൾ എക്സും വൈയും തീറ്റയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പാരാമീറ്റർ തീറ്റയാണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷന് എക്സ് എന്നതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഉപയോഗിച്ച്. അപ്പോൾ ഡി എക്സ് ബൈ ഡി തീറ്റ കാണണം. അപ്പോൾ തീറ്റ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എ ഇൻറ്റു തീറ്റയുടെ ഡെറിവേറ്റീവ് 1 പ്ലസ് സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ. അതുപോലെ തന്നെ ഡി വൈ ബൈ ഡി തീറ്റ എ ഇൻറ്റു 1ൻ്റെ ഡെറിവേറ്റീവ് 0 മൈനസ് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. അപ്പോൾ മൈനസ് വരുമ്പോൾ പ്ലസ് വരും. അങ്ങനെ ഡി വൈ ബൈ ഡി തീറ്റ ഈക്വൽ ടു എ ഇൻറ്റു സൈൻ തീറ്റ. ദെയർഫോർ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഫോർമുല അപ്ലൈ ചെയ്യുക. ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. അപ്പോൾ എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. എയും കട്ട് ചെയ്തു. ബാക്കി വരുന്ന സൈൻ തീറ്റ ബൈ 1 പ്ലസ് കോസ് തീറ്റ. അതിനൊരു ചെറിയ സിംപ്ലിഫിക്കേഷനും കൂടെ നടത്തണം. സൈൻ തീറ്റയ്ക്ക് പകരം 2 സൈൻ തീറ്റ ബൈ 2 കോസ് തീറ്റ ബൈ 2. 1 പ്ലസ് കോസ് തീറ്റയ്ക്ക് പകരം 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. അപ്പോൾ അത് ക്യാൻസലായിപ്പോയി. ബാക്കി നമുക്ക് സൈൻ തീറ്റ ബൈ 2 ബൈ കോസ് തീറ്റ ബൈ 2 എന്ന് വരും. അവിടുന്ന് ആൻസർ ടാൻ തീറ്റ ബൈ 2 എന്ന് കിട്ടും. നെക്സ്റ്റ് സെക്ഷൻ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഇപ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിനെയാണ് നമ്മൾ dy ബൈ ഡി എക്സ് എന്ന് പറയുന്നത്. ആ dy ബൈ ഡി എക്സിനെ ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിനെയാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സിനാണ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഡിനോട്ട് ചെയ്യുന്ന ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇനി അതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. If y equal to sin inverse x, show that 1 minus x square into d square y by dx square minus x into dy by dx equal to 0. അപ്പോൾ y equal to sin inverse x ആണ്. അപ്പോൾ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ dy by dx equal to sin inverse xൻ്റെ ഡെറിവേറ്റീവ് 1 by root of 1 minus x square. എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട് ഡിനോമിനേറ്ററിലുണ്ടെങ്കിൽ അതിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്ന് ചെയ്യുക. അതാണ് എളുപ്പം. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുന്നതിനെ കഴിയും. അപ്പോൾ ആ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറിനെ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരിക. അപ്പോൾ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. വീണ്ടും ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതിന് പകരമാണ് ഡി ബൈ ഡി എക്സ് എന്ന് എഴുതിയേക്കണം. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അവിടെ രണ്ട് ഫംഗ്ഷനുണ്ട്. റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എന്നാണ്. അപ്പോൾ പ്രോഡക്റ്റ് റൂള് അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇപ്പോൾ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് സെക്കൻഡ് ഇൻറ്റു അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്. അപ്പോൾ റൂട്ട് എക്സിൻ്റെ ഫോമാണെന്ന് ഓർക്കണം. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ 2 റൂട്ട് എക്സ് ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അതായത് റൂട്ടിനുള്ളിലുള്ള ഫംഗ്ഷൻ. അപ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവാണ് മൈനസ് 2x. അങ്ങനെയാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് കിട്ടിയിരിക്കുന്നത്. നോക്കിയാൽ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു 1 ബൈ 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് 2x ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ കൊണ്ട് മൊത്തം ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു 0.
അടുത്ത റോൾസ് തിയറം ആണ്. നമുക്ക് രണ്ട് ടൈപ്പാണ് ഇവിടെ, റോൾസ് തിയറം മീൻ വാല്യൂ തിയറം ഉണ്ട്. അപ്പോൾ റോൾസ് തിയറം എന്താണെന്ന് ശ്രദ്ധിക്കുക. ലെറ്റ് എഫ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ടു ആർ ബി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആൻഡ് differentiable on open interval AB such that f of A equal to f of B, where A and B are some real numbers, then there exists some C in open interval AB such that f dash C equal to 0. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസും ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഡിഫറൻഷ്യബിളും എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആയിരിക്കണം. അങ്ങനെ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. കണ്ടിന്യൂസ് ആണ്, ഡിഫറൻഷ്യബിൾ ആണ്, എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണെങ്കിൽ there exists some C in open interval A B such that f dash C equal to 0. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് എക്സ് ആയിട്ട് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ആ എക്സിൻ്റെ വാല്യൂ ഓപ്പൺ ഇൻ്റർവെല്ലിലായിരിക്കണം. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം. Verify Rolle's theorem for the function f of x equal to x square plus 2x minus 8, x belongs to closed interval minus 4, 2. അപ്പോൾ നമ്മുടെ ഇൻ്റർവെൽ നോക്കാം. അപ്പോൾ a ഈക്വൽ ടു -4, b ഈക്വൽ ടു 2 ആണ്. അപ്പോൾ റോൾസ് തിയറം വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം, ഡിഫറൻഷ്യബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം, എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണോ എന്ന് നോക്കണം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ പോളിനോമിയൽ ആയതുകൊണ്ട് നമുക്കറിയാം എവരി പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന്. അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് എഴുതണം. കണ്ടിന്യൂസ് ആണെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവൽ, ഓർക്കാൻ ഞാൻ പറഞ്ഞത് സി എന്ന് ഓർത്താൽ മതി. കണ്ടിന്യൂസിന് ക്ലോസ്ഡ് ഇൻ്റർവൽ കൊടുക്കണം. അപ്പോൾ നമുക്ക് എഴുതാം കണ്ടിന്യൂസ് ആണെന്ന് എഴുതി. അടുത്ത ഡിഫറൻഷ്യബിൾ ആണോ എന്ന് നോക്കണമെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് കാണണം. ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എഫ് ഡാഷ് എക്സ് എന്ന് കൊടുത്തു. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x പ്ലസ് 2 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 2x പ്ലസ് 2. ആ ഇൻ്റർവെല്ലിൽ ഏത് വാല്യൂസ് കൊടുത്താലും അവിടെ എഫ് ഡാഷ് എക്സ് എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് അത് ഡിഫറൻഷ്യബിൾ ആണെന്ന് ഡയറക്റ്റ് എഴുതിയാൽ മതി. എഫ് ഡാഷ് എക്സ് കാണുക, അതിനുശേഷം എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ അവിടെ ഓപ്പൺ ഇൻ്റർവൽ ഉപയോഗിച്ചാൽ മതി. ഓപ്പൺ ഇൻ്റർവൽ -4, 2. അടുത്ത എഫ് ഓഫ് എ കണ്ടുപിടിക്കണം. അപ്പോൾ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് -4. എഫ് ഓഫ് എക്സിൽ എക്സിന് പകരം -4 കൊടുക്കുക. അപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. അതുപോലെ എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 2, എക്സിന് പകരം 2 എന്നുള്ള വാല്യൂ കൊടുക്കുക, അവിടെയും 0 കിട്ടും. അപ്പോൾ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി. അപ്പം 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് പറയാൻ പറ്റും എഫ് ഡാഷ് എക്സ് 0ലേക്ക് ഇക്വേറ്റ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0. എഫ് ഡാഷ് എക്സ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് 2x പ്ലസ് 2 ഈക്വൽ ടു 0. അവിടുന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, എക്സ് ഈക്വൽ ടു -1. അപ്പോൾ ചെക്ക് ചെയ്യണം, -1 എന്ന് പറയണം നമ്മുടെ ആ ഓപ്പൺ ഇൻ്റർവെല്ലിലെ വാല്യൂ അല്ലേ, -4നും 2നും ഇടയ്ക്ക് വരുന്ന വാല്യൂ ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു -1 ബിലോങ്സ് ടു -4, 2. അത്രയും നമ്മൾ ചെയ്യണം. അപ്പോൾ കണ്ടിന്യൂസ് ആണെന്ന് എഴുതണം ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ, ഓപ്പൺ ഇൻ്റർവെല്ലിൽ ഡിഫറൻഷ്യബിൾ ആണെന്ന് എഴുതണം, എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ആണെന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് 0 ഇക്വേറ്റ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആ എക്സിൻ്റെ വാല്യൂ ഓപ്പൺ ഇൻ്റർവെല്ലിലെ പോയിൻ്റ് ആണെന്ന് എടുക്കണം. ഇത്രയും വേണം ചെയ്യാനായിട്ട്. അടുത്ത മീൻ വാല്യൂ തിയറം. Okay, let f from closed interval ab to rb continuous function on closed interval ab and differentiable on open interval ab. Then there exists some c in open interval ab such that f dash c equal to f of b minus f of a divided by b minus a. ഇവിടെ മീൻ വാല്യൂ തിയറത്തിന് ആദ്യം 2 കണ്ടീഷനാണ്. കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, ഡിഫറൻഷ്യബിൾ ഓൺ ഓപ്പൺ ഇൻ്റർവൽ എ ബി. ഈ 2 വരുള്ളൂ. ദെൻ there നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ എഫ് ഡാഷ് സിക്ക് വരെ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ചിട്ട് അത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ ഇക്വേറ്റ് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആ എക്സിൻ്റെ വാല്യൂ ഓപ്പൺ ഇൻ്റർവൽ എ ബിയിലെ ഒരു പോയിൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കുക. വെരിഫൈ മീൻ വാല്യൂ തിയറം ഫോർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x മൈനസ് 3, എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 1, 4. അപ്പോൾ ഇവിടെ എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 4 ആണ്. അപ്പം മീൻ വാല്യൂ തിയറം വെരിഫൈ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് ആണെന്നും ഡിഫറൻഷ്യബിൾ ആണെന്നും നമ്മൾ പ്രൂവ് ചെയ്യണം. ഇവിടെയും പോളിനോമിയൽ ഫംഗ്ഷനാണ്, അതുകൊണ്ട് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഇൻ ക്ലോസ്ഡ് ഇൻ്റർവൽ 1, 4 എന്ന് പറയും. ഇവിടെ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിക്കുക, ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x മൈനസ് 4xൻ്റെ -4. അപ്പോൾ അവിടെയും 1നും 4നും ഇടയ്ക്കുള്ള ഏത് പോയിൻ്റ് കൊടുത്താലും എഫ് ഡാഷ് എക്സ് എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഇൻ
ഓപ്പൺ ഇൻ്റർവൽ 1-4 എന്ന് പറയും. അപ്പോൾ ആ രണ്ട് കണ്ടീഷനേ ഉള്ളൂ. ആ മീൻ വാല്യൂ തിയറത്തിൻ്റെ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എയിലോട്ട് കൊടുക്കാം. അപ്പോൾ വാല്യൂ നോക്കുക. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് 2x മൈനസ് 4 ഈക്വൽ ടു എഫ് ഓഫ് ബിയും എഫ് ഓഫ് എയും കണ്ടുവച്ചിട്ടുണ്ട്, വാല്യൂ കൊടുക്കണം. അപ്പോൾ 2x മൈനസ് 4 ഈക്വൽ ടു -3 + 6 ഡിവൈഡഡ് ബൈ 3. അവിടുന്ന് എക്സിൻ്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് ഈക്വൽ ടു 5/2 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഈക്വൽ ടു 2.5. നോക്കുക, 2.5 എന്ന് പറയുന്നത് 1നും ഓപ്പൺ ഇൻ്റർവൽ 1-4 ഇടയ്ക്കുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ അത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം മീൻ വാല്യൂ തിയറം ആണെങ്കിൽ കണ്ടിന്യൂസ് ആണെന്ന് എഴുതണം, ഡിഫറൻഷ്യബിൾ ആണെന്ന് എഴുതണം. അതിനുശേഷം എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ അങ്ങോട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ബാക്കിയുള്ള പ്രോബ്ലംസ് എല്ലാം നോട്ട് നോക്കി പഠിക്കുക. താങ്ക് യു.